നമ്മൾ ഇനി പോകുന്നത് വടക്കൻ കേരളത്തിലേക്കാണ്. തുടക്കത്തിൽ പരാമർശിച്ചതാണ് ന്യൂനപക്ഷ ഏകീകരണം എന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സുപ്രധാനമായ ചില വിഷയങ്ങൾ. അത് തെരഞ്ഞെടുപ്പിലുണ്ടായ രാഷ്ട്രീയ ചലനങ്ങൾ. വടക്കൻ കേരളം, പ്രത്യേകിച്ച് മലപ്പുറം അടക്കമുള്ള മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ UDF ഇത്തവണ വൻ നേട്ടമാണ് ഉണ്ടാക്കിയത്. ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും UDFന് അനുകൂലമെന്നാണ് രാഷ്ട്രീയ വിദഗ്ധരുടെ ഒരു കണക്കെടുപ്പിൽ വ്യക്തമാവുന്നത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷം പോലും ഇല്ലാത്ത വിധത്തിലുള്ള നേട്ടമാണ് UDF യഥാർത്ഥത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. വെൽഫെയർ പാർട്ടി സഹകരണം അടക്കമുള്ള നീക്കങ്ങൾ UDFന് ഗുണം ചെയ്തു എന്നതാണ് ഈ രാഷ്ട്രീയ ഫലം നൽകുന്ന സൂചനകൾ. എന്താണ് മലപ്പുറം, വടക്കൻ കേരളം പറയുന്നത്? വിശദമായി പരിശോധിക്കാം. CV അനുമോദാണ് നമുക്കൊപ്പം ചേരുന്നത്. അനുമോദിലേക്ക് നമുക്ക് നോക്കാം വിശദമായി. അനുമോദ്, നമ്മൾ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ വിശകലനത്തിൽ പ്രധാനമായും പരാമർശിച്ചു പോവേണ്ട ഒരിടം വടക്കൻ കേരളമാണ്. അതിൽ വടക്കൻ കേരളത്തിൽ കുതിച്ചു കയറിയ പോളിംഗ് എന്തിൻ്റെയോ സൂചനയാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു പോയതാണ്. ആ സൂചന ഭരണപക്ഷ വിരുദ്ധ വികാരമായിരുന്നു എന്ന് ആണ് കരുതാൻ, അല്ലെങ്കിൽ ന്യൂനപക്ഷ ഏകീകരണമായിരുന്നു എന്ന് വേണം കരുതാൻ. ഈ മലപ്പുറം ജില്ലയിൽ ഒരു പ്രതിപക്ഷം പോലുമില്ല, മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഒരു പ്രതിപക്ഷം പോലുമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ ഏകീകരണം സാധ്യമാണ് എന്ന വിലയിരുത്തൽ ശരിയല്ലേ? അതിന് തെറ്റായി കാണേണ്ടതുണ്ടോ? സജിത്ത്, ന്യൂനപക്ഷ ഏകീകരണം എന്നത് വളരെ വലിയൊരു ഇമ്പാക്റ്റ് തന്നെയാണ് മലപ്പുറത്ത് അതുപോലെ മലബാറിലും ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളിത് രണ്ട് തരത്തിൽ കാണേണ്ടതുണ്ട്. എന്താണ് ഇതിലേക്ക് നയിച്ചത് എന്നുള്ളത് നമുക്കറിയാം. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെ അപമാനിച്ചുകൊണ്ടുള്ള, മലപ്പുറത്തിനെ വിമർശിച്ചുകൊണ്ടുള്ള പരാമർശം നടത്തിയപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ തിരുത്തുവാനോ അല്ലെങ്കിൽ ആ വാക്കുകൾ നിഷേധിക്കുവാനോ ഇടതുപക്ഷം തയ്യാറായില്ലെന്നും, പിന്നീട് വെള്ളാപ്പള്ളി നടേശനെ തന്നെ ഒപ്പം നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടികളിൽ പങ്കെടുക്കുകയും കൂടി ചെയ്തത് വലിയ തോതിൽ തന്നെ ഈ ഒരു വിഷയത്തിലേക്ക് വഴിവെട്ടുന്ന കാരണമായിരുന്നു. അതിനെ തുടർന്ന് തന്നെ നമുക്ക് നിരീക്ഷിച്ചാൽ കാണാൻ പറ്റും, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പരിപൂർണമായിട്ട് UDFനൊപ്പം നിൽക്കുന്നതോടെ മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറത്ത് അഭൂതപൂർവമായിട്ടുള്ള ഒരു മാറ്റമാണ് UDFന് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുള്ളത്. 94 പഞ്ചായത്തുകളിൽ 90ലും UDF ആണ് ഭരിക്കുന്നത്. അതുതന്നെ വലിയ ഒരു മാറ്റമാണ്. അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ 33 ഡിവിഷനിൽ ഒരിടത്ത് പോലും ഇടതുപക്ഷത്തിന് വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്തിലാകട്ടെ 15-ൽ 14, ഒരിടത്ത് ഒപ്പത്തിനൊപ്പമാണ്. അപ്പോൾ അങ്ങനെ സമ്പൂർണ്ണമായിട്ടും UDFൻ്റെ ഒരു ആധിപത്യം നേടാൻ സഹായിച്ചത് അത് ഈ പറയുന്ന ധ്രുവീകരണം തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം അത്തരത്തിൽ വെൽഫെയറിൻ്റെ പിന്തുണ കൂടി വന്നതോടെ മുസ്ലിം ലീഗിന് UDFന് ഒപ്പം നിൽക്കുന്ന സാഹചര്യം തീർത്തു എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ വിലയിരുത്തൽ. അത് ഒരു പരിധിവരെ ശരി തന്നെയാണ് എന്ന് വിലയിരുത്തേണ്ടി വരും. പ്രത്യേകിച്ച് അത് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ലഭിച്ചതോടെ ഇതിനു മുൻപ് 20-30 വോട്ടുകൾക്ക് നഷ്ടമായിരുന്ന വാർഡുകളൊക്കെ UDFന് തിരിച്ചു പിടിക്കാനായി അല്ലെങ്കിൽ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് വലിയ തോതിൽ തന്നെ UDFൻ്റെ ഈ വിജയത്തിൽ സഹായകമായിട്ടുള്ള ഒരു കാര്യമാണ്. വെൽഫെയർ പാർട്ടിക്കാകട്ടെ 25 സീറ്റുകളാണ് കഴിഞ്ഞ തവണയെങ്കിൽ ഇത്തവണ 32 ഉയർന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ സംസ്ഥാനത്താകെ 65-ൽ നിന്ന് 75-ലേക്ക് എത്തി. അപ്പോൾ ഈ തരത്തിൽ ഒരു മുസ്ലിം ധ്രുവീകരണം അല്ലെങ്കിൽ ന്യൂനപക്ഷ ധ്രുവീകരണം എന്ന ആ വിഷയം അത് വളരെ വ്യക്തമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന ഒരു സാഹചര്യമാണ് മലബാർ മേഖലയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ ലീഗ് നേതാക്കൾ ഇതിനെ പരസ്യമായിട്ട് അങ്ങനെ ഒരു സംഭവമാണ് എന്ന് പറയില്ലെങ്കിൽ പോലും ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് PM സലാമിനോട് സംസാരിച്ചപ്പോഴും ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ആ പ്രസ്താവനയും പിണറായി വിജയൻ്റെ അതിനെ ഒപ്പം നിൽക്കുന്ന തരത്തിലുള്ള തുടർ നീക്കങ്ങളൊക്കെ മതേതര മനസ്സുകളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി തെരഞ്ഞെടുപ്പിലുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് ലീഗിനെ സംബന്ധിച്ച് അങ്ങനെ പരോക്ഷമായിട്ട് പൊതിഞ്ഞു പറയാനേ ഈ വിഷയം കഴിയുകയുള്ളൂ. എന്നിരുന്നാൽ തന്നെയും ഇത് ഒരു സൂചനയാണ്, ഒരു ദിശാസൂചികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നതിന് മുൻപ് മലപ്പുറത്തിൻ്റെയും മലബാറിൻ്റെയും സാഹചര്യങ്ങൾ ഇപ്രകാരമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയേണ്ടതുണ്ട്. സജിത്ത്, എന്താണ് അനുമതി? അത് തന്നെയാണ് കൃത്യമായ കാര്യം. എന്തായാലും പ്രതിഫലിച്ചത് അതുതന്നെയാണ്. ന്യൂനപക്ഷ ഏകീകരണം ശരിക്കും അതിന് ഇടതുമുന്നണിയുടെ നീക്കങ്ങൾ വഴിയൊരുക്കി കൊടുത്തു എന്നുകൂടി കരുതാം. ഭരണവിരുദ്ധ വികാരത്തിനുമപ്പുറം മലബാറിൽ സംഭവിച്ചിരിക്കുന്ന ഫാക്ടർ, വടക്കൻ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഫാക്ടർ അതുതന്നെയാണ് ന്യൂനപക്ഷ ഏകീകരണമാണ്. വളരെ നന്ദി അനുമോദ്. എന്തായാലും അനുമോദ് സൂചിപ്പിച്ചതുപോലെ സംഭവിച്ചിട്ടിരിക്കുക ന്യൂനപക്ഷ ഏകീകരണമാണ്. ആ ന്യൂനപക്ഷ ഏകീകരണത്തിന് വഴിയൊരുക്കാൻ ഇടതുപക്ഷത്തിൻ്റെ നീക്കങ്ങൾ വഴിവെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വെൽഫെയർ പാർട്ടിയെ തുറന്നെതിർക്കുക എന്ന രാഷ്ട്രീയ തന്ത്രമാണ്, ജമാഅത്തെ ഇസ്ലാമിയെ തുറന്നെതിർക്കുക എന്ന രാഷ്ട്രീയ തന്ത്രമാണ് ഇടതുപക്ഷം പയറ്റിയതെങ്കിലും അത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മൊത്തത്തിൽ അകറ്റുന്ന സാഹചര്യം ഉണ്ടാക്കി എന്നത് വേണം സംഭവിച്ചിരിക്കുക. പ്രത്യേകിച്ച് മലപ്പുറം പരാമർശം
വെള്ളാപ്പള്ളി നടേശൻ്റെ മലപ്പുറം പരാമർശം, അതിൽ CPM എടുത്ത നിലപാട്, ഒടുവിൽ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയുള്ള മുഖ്യമന്ത്രിയുടെ യാത്ര, ഈ ദൃശ്യങ്ങളൊക്കെ മലബാറിലെ മനസ്സുകളിൽ ഉണ്ടായിരുന്നിരിക്കാം. ആ മനസ്സുകൾ വേദനിച്ചിട്ടുണ്ടാവാം, അവരുടെ പ്രതികരണമാവാം പക്ഷേ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിട്ടുണ്ടാവുക എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കെന്തായാലും ഈ സാഹചര്യങ്ങൾ വരുന്ന മണിക്കൂറുകളിലൊക്കെ വിശദമായി പരിശോധിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ താരമാര് എന്ന ചോദ്യമാണ്. തെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും ചില താരങ്ങൾ വരാറുണ്ട്. ആ താരങ്ങൾ അവരുടെ രാഷ്ട്രീയ നീക്കങ്ങൾ, അവരുടെ ചടുലമായ നിലപാടുകൾ, അവരുടെ പ്രതികരണങ്ങൾ, അവരുടെ പ്രസ്താവനകളൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ നിർണായകമായിട്ടുണ്ട്. അങ്ങനെ ഇത്തവണ തെരഞ്ഞെടുപ്പിലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ താരം നിസ്സംശയം നമുക്ക് പറയാം അത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് എന്ന കാര്യം. കാരണം സതീശൻ എന്തുകൊണ്ട് താരമാകുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ ചില ഉത്തരങ്ങളുണ്ട്. സതീശൻ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്നതാണ് അദ്ദേഹത്തിന് പൊതുവിൽ പുറമേ നിന്ന് കിട്ടുന്ന ഒരു ഇമേജ്. കഴിഞ്ഞ കാല ചില തെരഞ്ഞെടുപ്പുകളിൽ സതീശൻ എടുക്കുന്ന നിലപാടുകൾ, നയങ്ങളൊക്കെ അത് ഫലം കണ്ടു എന്നതാണ് പൊതുവിൽ പറയുന്നത്. പക്ഷേ VD സതീശനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഇത് ആദ്യ തെരഞ്ഞെടുപ്പ് പരീക്ഷണങ്ങളിലൊന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു മുഴുനീള തെരഞ്ഞെടുപ്പ് ഇത് ആദ്യമാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുമ്പുണ്ട്, പക്ഷേ അതിൻ്റെ ദേശീയ സാഹചര്യങ്ങളാണ് ഏറ്റവും അവിടെ പ്രകടമാവുക. മറ്റൊന്ന് ബൈ ഇലക്ഷനുകളാണ്. പക്ഷേ ബൈ ഇലക്ഷനും അപേക്ഷിച്ച് കേരളം മുഴുനീളമുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നയിക്കുക എന്ന ആദ്യ ദൗത്യമായിരുന്നു സതീശൻ്റേത്. ആ ദൗത്യത്തിൽ സതീശന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ്. അത് നിലപാടുകളുടെ രാഷ്ട്രീയം കൂടി അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നതുകൂടി പ്രകടമാണ്. എന്തുകൊണ്ട്, എങ്ങനെ സതീശൻ താരമായി എന്നതുകൂടി നമുക്ക് വിശദമായി പരിശോധിക്കാം. അതായത് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന ഒരു മികവാണ് പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പിൽ VD സതീശനെ പൊതുവിൽ മികച്ചതാക്കിയത്. കാരണം നിലപാടുകൾ എടുക്കുന്നു, ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക, പിന്നീട് ആ നിലപാടുകൾ കൂടുതൽ എത്തിക്കുക, കൂടുതൽ ഷാറ്റേഡായിട്ട് ചിതറിപ്പോവാത്ത തരത്തിലുള്ള നിലപാടുകൾ എടുക്കുക, അത് മാധ്യമങ്ങളുടെ മുന്നിലൂടെ അവതരിപ്പിക്കുക, ജനങ്ങൾക്ക് മുന്നിലൂടെ അവതരിപ്പിക്കുക തുടങ്ങിയ തന്ത്രങ്ങൾ പൊതുവിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു അജണ്ട നിശ്ചയിക്കുക, ആ അജണ്ടയിലേക്ക് പൊതുവിൽ സാഹചര്യങ്ങളെ കൊണ്ടുവരിക എന്നതിലും അദ്ദേഹം മികച്ച രീതിയിൽ ഒരു നീക്കം നടത്തി എന്നതുകൂടിയാണ് സതീശൻ്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന ഒരു സാഹചര്യം. തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഒരു സ്ട്രാറ്റജി ഉണ്ടാവണം, ഒരു തന്ത്രം ഉണ്ടാവണം. പല കാര്യങ്ങൾ ഒന്നിച്ച് പറഞ്ഞിട്ട് കാര്യമല്ല, ഒരു തന്ത്രത്തിൽ കേന്ദ്രീകരിച്ച് അത് അവതരിപ്പിക്കണം. അതൊരു പ്രൊഫഷണൽ മികവാണ്. ആ മികവാണ് യഥാർത്ഥത്തിൽ സതീശന് ഇക്കാര്യത്തിൽ മികച്ചതാക്കിയത് എന്നതാണ്. അങ്ങനെ ആ തരത്തിൽ സതീശൻ അംഗീകരിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന്, മുന്നണിയിലെ ഐക്യം നിലനിർത്താൻ നടത്തിയ ചില നീക്കങ്ങൾ കൂടിയാണ്. അത് സതീശന് സ്വാഭാവികമായും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം UDF എന്ന സംവിധാനം എന്നും എക്കാലവും തർക്കങ്ങളുടേതാണ്. മുന്നണിക്കകത്ത് തർക്കമുണ്ടാവും, പാർട്ടികൾക്കകത്ത് തർക്കമുണ്ടാവും, കോൺഗ്രസിനകത്ത് പല അഭിപ്രായങ്ങൾ വരും, ഇങ്ങനെ പലതും ഉണ്ടാവും. പക്ഷേ കോൺഗ്രസിൽ ഭിന്ന സ്വഭാവക്കാരൊക്കെ ഉണ്ടെങ്കിലും അവരെ ഏറെക്കുറെ പൂർണ്ണമായി അടക്കി നിർത്താൻ VD സതീശന് കഴിഞ്ഞു. സതീശൻ്റെ നേതൃത്വത്തെ മറ്റുള്ളവർ അംഗീകരിച്ചു എന്ന പ്രത്യേകതയുമുണ്ട്. അങ്ങനെ ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തു. നേരത്തെ നമ്മൾ പരാമർശിച്ചു പോയ ന്യൂനപക്ഷ ഏകീകരണം സാധ്യമായതൊക്കെ ഒരു പക്ഷേ സതീശൻ്റെ ചില പ്രസ്താവനകൾ കൂടിയാവാം. കാരണം ഇടതുപക്ഷം ജമാഅത്തെ ഇസ്ലാമിയുമായി മുമ്പ് സഹകരിച്ചിട്ടില്ലേ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഈ വെൽഫെയർ പാർട്ടിയുമുള്ള സഹകരണത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള സതീശൻ്റെ തന്ത്രമൊക്കെ ആ തരത്തിൽ കൂടി പ്രധാനപ്പെട്ടതായിരുന്നു എന്നുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാൻ. അങ്ങനെ മുന്നണിയിലെ ഐക്യം നിലനിർത്താൻ സതീശൻ നടത്തിയ നീക്കങ്ങൾ എല്ലാവരും അത് അംഗീകരിച്ചു. മറ്റൊന്ന്, നിലപാടുകളിൽ വ്യക്തത പുലർത്തി എന്നതാണ്. കാരണം നേരത്തെ നമ്മൾ പരാമർശിച്ചു പോയതുപോലെ ഭിന്നമായി നടത്തുന്ന നീക്കങ്ങൾക്കപ്പുറം മുന്നണിയിൽ പൊതുവായി നടത്തുന്ന നീക്കങ്ങൾ, ഒപ്പം തന്നെ നിലപാടുകളിൽ ഒരു വ്യക്തത വരുത്തുന്നു. ആ നിലപാടുകളിലെ വ്യക്തത വരുത്താൻ സതീശൻ നടത്തിയ ഒരു നീക്കം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്നുകൂടിയാണ്. അപ്പോൾ നിലപാടുകളിലെ വ്യക്തത വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, ഈ ഭരണവിരുദ്ധത പ്രചരിപ്പിക്കാൻ കാട്ടിയ ഒരു ആർജവമാണ്. അതായത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും ആ ജനങ്ങൾ ഇത്തവണ മറുപടി പറയുമെന്നും ഉള്ള സതീശൻ്റെ വാദം, ആ വാദം കൃത്യമായി തന്നെ സതീശനത് ഉന്നയിക്കാൻ കഴിഞ്ഞു. ആ ഉന്നയിക്കലുകൾ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും VD സതീശൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിലും പൊതുവിലും മുന്നണിക്ക് പൊതുവിലും കഴിഞ്ഞു എന്നതാണ്. അപ്പോൾ ഭരണവിരുദ്ധത പരമാവധി ചർച്ചയാക്കാൻ മറ്റു വിവാദ വിഷയങ്ങളുണ്ടായിരുന്നു. UDFനെ ബാധിക്കുന്ന രാഹുൽ മാങ്കൂട്ടം വിവാദങ്ങളുണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഭരണവിരുദ്ധത പ്രചരിപ്പിക്കാൻ കൃത്യമായി അദ്ദേഹം കാട്ടിയ ഒരു ആർജവമുണ്ട്. ആ ആർജവത്തിന് കൃത്യമായി മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് തെരഞ്ഞെടുപ്പ് ഫലം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.